അല്ല, നമ്മളങ്ങോട്ടല്ലേ പോകുന്നേ. കാലാവസ്ഥ കുഴപ്പമില്ല. വലിയൊരു ആത്മവിശ്വാസം പ്രകടമാണല്ലോ. കാലാവസ്ഥ മഴയുടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പോലീസ് ചില സ്ഥലങ്ങളിലൊക്കെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയ വിവരങ്ങളുണ്ട്. ഇപ്പോൾ മഞ്ചേരി പോകുമ്പോൾ തന്നെ നമുക്കറിയാം, ട്രാഫിക് നിയന്ത്രണത്തിന്റെ പേരിൽ കിലോമീറ്ററുകൾക്കപ്പുറം വാഹനങ്ങൾ തടഞ്ഞിടുകയാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ രണ്ട് വഴിയിലും, നിലമ്പൂരിൽ നിന്ന് വരുന്നതും മലപ്പുറം വഴി, പാണ്ടിക്കാട് വഴി, കോഴിക്കോട് റോഡ്, ഇവിടെയൊക്കെ വാഹനങ്ങൾ തടഞ്ഞിട്ട് കിലോമീറ്ററുകൾ 2-3 കിലോമീറ്റർ അപ്പുറത്തെ വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുകയാണ്. അതിപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെ തോൽപ്പിക്കാനുള്ള ശ്രമമാണ്. അത് കുഴപ്പമില്ല, നടക്കട്ടെ. ഒരു ആശയക്കുഴപ്പമില്ല. അതിൽ വേറെ തമാശ ഉണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് DMKന്റെ സ്റ്റേറ്റ് ലീഡേഴ്സിന്റെ വീട്ടിലൊക്കെ പോലീസ് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധമുണ്ടോന്ന് സംസ്ഥാനത്തെ DMK നേതാക്കളുടെ വീട്ടിൽ പോലീസ് എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരോട് ചോദിക്കുന്ന ഈ കള്ളക്കടത്തായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? അപ്പൊ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ, നമ്മളെ വിശദമായി പറയും. DMK നേതൃത്വത്തിന് മനഃപൂർവ്വമാണ്. അപ്പൊ നിങ്ങളെ ആളുകളുണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ അറിയാൻ പറ്റും. നടക്കട്ടെ. അത് വെയിറ്റ് ആൻഡ് സീ. അത് നമുക്ക് അപ്പുറം പറയാം. അത് അപ്പുറം പാക്കലയ്യ. ഒരു വലിയ ആത്മവിശ്വാസ പ്രകടമാണ്. ഇതേ ഒരു ഊർജ്ജം നിലമ്പൂരിൽ കണ്ടതിന് ഇരട്ടി കാണാൻ പറ്റുന്നതാണോ? അല്ല, മുന്നാടിയെ കോൺഫറൻസിലേക്ക് ഇപ്പോഴും ഫ്രാൻസിലേക്ക് നാളേക്കും കോൺഫറൻസ് തമിഴിലാണ് ഇത്തവണ PV അൻവറിന്റെ മറുപടിയൊക്കെ. തമിഴിലേക്ക് ഭാഷ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് അൻവർ. ഇനി സഖ്യവും മുന്നണിയും മാറ്റുമോ എന്നുള്ളതാണ് നമ്മൾ കൗതുകത്തോടെ കാത്തിരിക്കുന്നത്. വെയിറ്റ് ആൻഡ് സീ എന്നുള്ളതാണ് പറയുന്നത്. കാലാവസ്ഥ, മഴ പ്രശ്നമല്ല, പക്ഷേ പോലീസ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുകയാണ് PV അൻവർ. നിലമ്പൂരിലേക്ക് അതായത് വീട്ടിൽ നിന്ന് PV അൻവർ പുറപ്പെട്ടു കഴിഞ്ഞു. ഏകദേശം അരമണിക്കൂറിൽ താഴെ ദൂരം മാത്രമേ ഉള്ളൂ പ്രധാനപ്പെട്ട വേദിയിലേക്ക് അൻവർ ഇനി എത്താൻ. അൻവർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം, സംസ്ഥാനത്തെ കേരളത്തിലെ DMK നേതാക്കളുടെ വീട്ടിലേക്കൊക്കെ പോലീസ് എത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്തുമായി നിങ്ങൾക്ക് എന്ത് ബന്ധമുണ്ടെന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിലേക്ക്, ഈ മഞ്ചേരിയിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്ന പലരുടെയും വാഹനങ്ങൾ പോലീസ് തടയുന്നുണ്ട്. അവരോടൊക്കെ മടങ്ങിപ്പോകാൻ ആവശ്യപ്പെടുന്നുണ്ട്. കിലോമീറ്ററുകൾ ദൂരെ മുതൽ തന്നെ വാഹനങ്ങൾ തടയുകയാണ്. അതായത് പോലീസ് ശ്രമിക്കുന്നുണ്ട് ഈ ഒരു പൊതുസമ്മേളനം അത് അലങ്കോലപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി ഒതായിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ പറയുന്നുണ്ട്. പക്ഷെ അതിലേറ്റവും കൗതുകം, പല മറുപടിയും തമിഴിലാണ് എന്നുള്ളതാണ്.